ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിതാസ് വ്ലോഗ്സ്. സമൂസ് തമ്പനയിൽ കണ്ട പോലെ തന്നെ ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു വ്ളോഗായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കണതെന്ന്. അപ്പോൾ രാവിലെ തന്നെ കിച്ചണിൽ നല്ല തകൃതിയായിട്ടുള്ള പണികളായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ സദ്യയുടെ പണികളൊക്കെ ആയിരുന്നു കേട്ടോ. സദ്യ ഉണ്ടാക്കാനും കഴിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു സദ്യ ലവറാണ് കേട്ടോ ഞാൻ. സദ്യ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര ഒരു സന്തോഷമായിട്ടോ. സദ്യ ഇപ്പോൾ സദ്യ ഉണ്ടാക്കുകയാണെങ്കിലും ഓണത്തിൻ്റെ ആ ഒരു ഇത് വരും എനിക്ക്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സദ്യ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ രാവിലെ എൻ്റെ ബർത്ത്ഡേയുടെ ദിവസം രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തി ആയിരുന്നു കേട്ടോ. അപ്പം കഴിഞ്ഞ വ്ളോഗിൽ കണ്ടായിരുന്നുണ്ടാവും നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നേരം നല്ലപോലെ ലേറ്റായിട്ടൊക്കെ കിടന്ന് ഉറങ്ങിയത്. അത് കാരണം മക്കൾസൊന്നും അമ്മൂസൊന്നും എണീറ്റിട്ടില്ല കേട്ടോ. ചേട്ടനും ഞാനും അമ്മയും രണ്ടമ്മമാരും ആമിക്കുട്ടി മാത്രമാണ് എണീറ്റത്. ആമിക്കുട്ടി നേരം വൈകി എണീക്കും, എല്ലാവരെയും നേരം വൈകി കെടുക്കും, നേരത്തെ എണീക്കും കേട്ടോ. അങ്ങനെയാണ് ആമിക്കുട്ടിക്ക് പകലാണ് ഉറക്കം കൂടുതൽ. അത് കാരണം നമുക്ക് നല്ല ക്ഷീണമാവുക. രാത്രി ഇങ്ങനെ കറക്റ്റായിട്ട് ഉറങ്ങാൻ പറ്റാത്തന്നെ. ചില സമയത്ത് എനിക്ക് അധികം വേദന വരുന്നത് എൻ്റെ കണ്ണിനാണ്, ഉറങ്ങാൻ പറ്റാണ്ട് നമുക്ക്. അപ്പോൾ കുറച്ചും കൂടെ കഴിയുമ്പോഴൊക്കെ ശരിയാവുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ട് അപ്പോൾ സദ്യയുടെ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ചോറ് റെഡിയായി, ഓലൻ, പിന്നെ ബീറ്റ്റൂട്ട് പച്ചടി, ഇത് പയറുപ്പേരിയാണ് കേട്ടോ. ഇത് മസാലക്കറി, ഗ്രീൻ ബീൻസ് പൊട്ടറ്റോ മസാലക്കറി, ഇഞ്ചമ്പുളി, പിന്നെ കായ വറുത്തത് വാങ്ങാൻ മറന്നു, അപ്പോൾ പഴം എടുത്ത് വറുത്തു ഞാൻ ബട്ടറിൽ. പിന്നെ അച്ചാർ, ഇത് വഴുതനങ്ങ വറുത്തത് കേട്ടോ. അപ്പോൾ പിന്നെന്താ മത്തങ്ങയും പയറും എരിശ്ശേരി, അവിയൽ, പിന്നെ ബീൻസ് തോരൻ, സാമ്പാർ, ഇത് നെയ്യൊക്കെ ഇട്ടിട്ടുള്ള പായസം. ഇത് നെയ്യില്ലാണ്ട് വെളിച്ചെണ്ണയിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടതാണ് കേട്ടോ. അത് കാരണം ഇവിടുത്തെ അമ്മയ്ക്ക് നെയ്യിട്ടാൽ പിന്നെ ആള് ആ പായസം കഴിക്കില്ല. അപ്പം അമ്മയ്ക്ക് മാറ്റി വെച്ചതാണ് കേട്ടത്. അങ്ങനെ സദ്യയുടെ ടൈമായി. എനിക്ക് 80 രൂപയുടെ സാമ്പാർ കഷ്ണമാണ് ഇട്ടാ ചോദിച്ചേട്ടൻ വാങ്ങിച്ചു വന്നത്. അത് വെച്ചിട്ട് ഞാനൊരു ഉഗ്രൻ സദ്യ ഉണ്ടാക്കി. ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ, ഒരു പിങ്ക് കളറൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് സദ്യയുടെ എല്ലാതും ഉണ്ടാക്കുമ്പോൾ അത് എന്തായാലും ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആ സമയമായപ്പോൾ സദ്യ കഴിക്കേണ്ട സമയമായപ്പോൾ ആമിക്കുട്ടി ഉറങ്ങി. കേക്ക് കട്ടിങ് പിന്നെ നൈറ്റിലേക്ക് ചേട്ടൻ പറഞ്ഞു നൈറ്റിൽ മതി കേക്ക് കട്ടിങ്, ഇപ്പോൾ സദ്യ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് കേക്ക് നമ്മൾ വൈകിട്ടാണ് കേട്ടോ കട്ട് ചെയ്തത്. പിന്നെ കസിൻസിനൊക്കെ കൊടുത്തു കേക്കൊക്കെ കട്ട് ചെയ്തിട്ട്. അപ്പോൾ അച്ചൂസിന് ബീറ്റ്റൂട്ട് പച്ചടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ആദ്യം എടുത്ത് കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും വിളമ്പി. അപ്പോൾ എന്നോട് പറയുന്നുണ്ട് ബർത്ത്ഡേ കുട്ടി ഇരിക്കി എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ തമ്പനിയിലേക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതിലൊക്കെ നല്ല എനിക്ക് അറിയണ പോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അല്ലെങ്കിലും ഞാൻ വിളമ്പിക്കൊണ്ടിട്ടാന്ന് പറഞ്ഞു. നമ്മൾ വിചാരിച്ച പോലെ ആക്കിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ വിളമ്പാന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതേ എല്ലാ കറികളും കുറേ കറികളൊക്കെ ഉള്ള കാരണേ വിളമ്പി കഴിയാൻ തന്നെ കുറേ സമയമെടുത്തു. അപ്പോൾ ഈ കാണുന്ന കറികൾ തന്നെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നൈറ്റിലേക്കും വേണ്ടേ ഒരു 80 രൂപയുടെ പച്ചക്കറി കൊണ്ട് ഒരു സദ്യ, അത്രേ ഉള്ളൂ കേട്ടോ. സദ്യയോട് ഇത്ര പ്രേമം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ സദ്യ കിട്ടണ അങ്ങനത്തെ ഫംഗ്ഷനുകൾ കുറവല്ല നമ്മുടെ ഫംഗ്ഷനുകൾക്ക് അധികം നോൺ വെജിൻ്റെ ഫംഗ്ഷനുകളാണ്. സദ്യയുടെ ഫംഗ്ഷനുകൾ അങ്ങനെയൊന്നും നമുക്ക് കിട്ടാറില്ല. എന്താ പറയുക, അപ്പോൾ നമുക്ക് സദ്യയോട് ഇങ്ങനെ ഹിന്ദുസിൻ്റെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാണ് പോകാൻ, സദ്യ കഴിക്കാമല്ലോ എന്നുള്ള ഒരു ഇതിൽ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ സദ്യ. ഓരോ കറികളെടുത്ത് ഞാൻ കുറച്ച് ചോറാക്കിയിട്ട് കഴിച്ച് നോക്കിയിട്ട് ഞാൻ ഓരോന്നിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ പിന്നെ എന്താ പറയുക, സദ്യ എന്ന് പറഞ്ഞാൽ എന്താ പറയുക അത്രയും സന്തോഷം സദ്യ കഴിക്കാൻ. പിന്നെ ഞാൻ ഇങ്ങനെ ഇലയിൽ പായസം കഴിച്ചിട്ടുണ്ടായില്ല കേട്ടോ. ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. പക്ഷേ എനിക്ക് ഇങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ കോരി കഴിക്കാൻ അങ്ങോട്ട് അത്രയും അറിയണില്ല. പഴം വറുത്തത് കൂട്ടിയിട്ട് സേമിയ പായസം ഒന്ന് കഴിച്ച് നോക്കി.
കിട്ടാം. പിന്നെ എനിക്ക് അങ്ങനെ കഴിച്ച ശീലമില്ല. അതാണ് ഞാൻ ഗ്ലാസ്സിൽ തന്നെ കുറച്ചെടുത്തിട്ട് അങ്ങനെ കുടിച്ചപ്പോഴൊരു സംതൃപ്തി വന്നിട്ടാ. അങ്ങനെ അപ്പോൾ അതേ ഞങ്ങളുടെ പായസം കുടിക്കലിൻ്റെ ആ ടൈമായിപ്പിക്കും നമ്മുടെ ആമിക്കുട്ടി എണീറ്റ്. ബാക്കി എല്ലാവരുടെയും കഴിഞ്ഞു കേട്ടോ. ഞാനിങ്ങനെ ആസ്വദിച്ച് അവിടെ ഇരുന്നു. അപ്പം ഞാനാണല്ലോ പിന്നെ ലാസ്റ്റ് ഇരുന്നത്, എല്ലാം വിളമ്പി സെറ്റാക്കി കഴിഞ്ഞിട്ട്. അപ്പോൾ പായസം കുടിക്കുന്ന ടൈമായപ്പോൾ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുക എല്ലാവരും. അപ്പോൾ എല്ലാവരോടും എണീറ്റ് പോയി കൈ കഴുകിക്കോളാൻ പറഞ്ഞു. ഞാൻ പായസം കൂടി കുടിച്ചിട്ട് എനിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ആമിക്കുട്ടി എനിക്ക് കമ്പനി തരാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആമിക്കുട്ടി ഇലയിൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ആമിക്കുട്ടിയും കൂടി വേണ്ടതായിരുന്നു ഉണ്ണാനിരിക്കണ സമയത്ത്. അപ്പോൾ അപ്പോഴേക്കും ആമിക്കുട്ടി അതറിഞ്ഞിട്ടാവണം എന്നുള്ള ഒരു ഇതിൽ ആമിക്കുട്ടി എണീറ്റ് വന്നു. അപ്പോൾ സന്തോഷമായപ്പോൾ എല്ലാം പൂർണ്ണമായി, എല്ലാവരും ആയി. അപ്പോൾ ആമിക്കുട്ടി ചോറുണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചേട്ടാ. അത്ര നേരം കിടന്നുറങ്ങി വിശന്നിട്ടാവും എണീറ്റ് വരാന്ന്. ഇഷ്ടമില്ലാത്തത് അപ്പെടുത്തോളണം അല്ലേ? പപ്പടം മാത്രം പോണ ബോളുണ്ടാക്കി തിന്നെ. പപ്പടം ബോളുണ്ടാക്കി വെക്കിട്ടേ തിന്നെ. അമ്മി തിന്നെ. ഇലയിൽ മമ്മിയുടെ ബർത്ത്ഡേ ഇല്ലേ? ഇലയിൽ മമ്മ തുടങ്ങില്ല കേട്ടാ. എന്നിട്ട് പായസം കുടിക്കുക. പായസം റെഡിയായിപ്പോ കൂടി കഴിഞ്ഞു. ഞാൻ വിചാരിച്ച അത് കൊടുത്തതൊക്കെ കഴിച്ചു. അച്ഛൻ്റെ കട്ടിലിന്റെ അടിയിൽ കൊണ്ട് വെച്ചു കഴിഞ്ഞ ഉറങ്ങിയ കൊറേ ഉറങ്ങിയ 3 മണിയായി. ഇനിയിപ്പോ ഉറങ്ങാൻ രാവിലെ അപ്പൊ ഒരു 12 മണിയാകുമ്പോ ഉറങ്ങായിരിക്കും. വൈകുന്നേരം 3 മണി ഇന്നലെ ആമിക്കുട്ടി ഉറങ്ങിയത് 2:30 പുലർച്ച. എന്റെ ആമിക്കുട്ടി അങ്ങനെ ബർത്ത്ഡേ കഴിഞ്ഞു. പണിപാളി. കേക്ക് മുറിക്കണ്ടേ? കേക്ക് കട്ടിയുണ്ട് നമുക്ക്. ആമിക്കുട്ടി ഉറങ്ങണ കാരണട്ടാ കേക്ക് കട്ടിങ് നൈറ്റിലേക്കാക്കാന്ന് വിചാരിച്ചു. അല്ല അമ്മിയെ എല്ലാ പണിയും കഴിഞ്ഞ് കറികളൊക്കെ റെഡി ആയിട്ട് വന്നപ്പോ ആമിക്കുട്ടി ഉറങ്ങിപ്പോയി. അല്ല ആമിക്കുട്ടിയെ കഴിക്ക് വേഗം. പപ്പടായി ഫസ്റ്റായി. ചോറുണ്ട് ചോറുണ്ട് ചോറുണ്ട്. ഗുഡ് ഗേൾ. ചോറുണ്ട്. ഞാൻ പറഞ്ഞപ്പോ വായിക്ക് സിമ്പിളും കിട്ടും. പപ്പടം കൂട്ടി വാങ്ങുന്നു. ഇങ്ങനെ കുഴച്ച് തിന്നെ എല്ലാ കറിയൊക്കെ ഇട്ടിട്ട്. ഗുഡ് ഗേളുണ്ട്. എനിക്ക് തോന്നുന്നത് പുളി പപ്പടം മാത്രം കഴിക്കാനായിട്ട് ഇരിക്കുക. ബീൻസിന്റെ ആ പൊതിയിൽ ക്യാരറ്റ് ഉണ്ടായില്ലേ? ആ ബീനിന്റെ അക്ഷരത്തിലുണ്ടാവുള്ളൂ അല്ലേ? ബീൻസ് തോരൻ കളർഫുള്ളാക്കാനേ ഞാൻ ക്യാരറ്റ് ഇടാറുണ്ട്. അപ്പൊ ഞാൻ തട്ടിപ്പോ ക്യാരറ്റ് കഴിഞ്ഞു. അത് ഞാൻ ഇതിലേക്ക് വാങ്ങിച്ചു ആദ്യം വെച്ചാർന്ന തോരൻ ഉണ്ടാക്കുമ്പോ ഒരു ഓറഞ്ച് കളർ ഇങ്ങനെ കിടക്കണ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്യാബേജ് തോരൻ വയ്ക്കായാലും ബീൻസ് തോരൻ വയ്ക്കായാലും ഒക്കെ ഇടുന്നേ ക്യാരറ്റ്. പപ്പടം തന്നെ കഴിക്കണം. കുട്ടീനെ കണ്ടിരുന്ന നിങ്ങളത് കുട്ടി ചോറിന് ഞാൻ ഇറ്റ് കയ്യേട്ടെ. ഞാൻ പോട്ടെ. ബായ്. ഈ ഓടിക്കാനേ ഓടി
ഞാൻ കൈ കഴുകിയിട്ട് ഇവിടെ വന്നിരിക്കട്ടാ. എല്ലാവർക്കും കൂടെ പോയി നാളെ കറി വയ്ക്കണ്ട, എല്ലാം ബാക്കിട്ടോ. ഈ കാണുന്നത് തന്നെയാ നമ്മൾ വെച്ചല്ലേ ഉള്ളൂ, വേറെ ഇല്ലേ. വെച്ചതൊക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ചേട്ടാ അങ്ങനെ ഉച്ചക്കലത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞ് കടയിൽ പോകാൻ നിൽക്കട്ടാ. അപ്പോൾ ഇപ്പം ആമിക്കുട്ടിക്ക് പപ്പ അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് പോകണമെന്ന് പപ്പ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വേണം പപ്പേനെ വിടുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചുറ്റിക്കും നമ്മുടെ വീടിന് ചുറ്റിക്കും ഇങ്ങനെ വഴിയുണ്ട്. അപ്പോൾ അതിലെ ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ഒരു റൗണ്ട് അടിച്ച് ഇവിടെ കൊണ്ട് ഇറക്കിണ്ടാ. സമയമുള്ളപ്പോൾ അങ്ങനെ ചെയ്യും, അല്ലാത്തപ്പോൾ പപ്പ ഒളിച്ച് പോവും ഉണ്ണീനെ. അപ്പം ഞാൻ ബർത്ത്ഡേ ആയിട്ട് ഡ്രസ്സൊന്നും പുതിയത് തയ്ച്ചിട്ടുണ്ടായില്ല. അപ്പം അമ്മ പറഞ്ഞു ഇപ്പം ഞാനും കൂടി ഉണ്ടല്ലോ ആമിക്കുട്ടീനെ ഞാൻ നോക്കാം, നീ വേണമെങ്കിൽ വേഗം ചുരിദാറ് വെട്ടി വെച്ചിട്ട് വേഗം തയ്ച്ചെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പണികളൊക്കെ കഴിഞ്ഞ് എനിക്ക് ഒന്ന് വിശ്രമിക്കാം. സദ്യയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ക്ഷീണം ഉറക്കമൊക്കെ വരുമല്ലോ. അപ്പം അമ്മയുള്ള കാരണം ഒന്ന് ഉറങ്ങാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ. അപ്പം അമ്മ പറഞ്ഞു തയ്ച്ചോ എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ തയ്ക്കാനിരുന്നു കേട്ടോ. ഒരു സാധാ ഒരു കോട്ടൻ്റെ മെറ്റീരിയൽ. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് ടോപ്പ് പെട്ടെന്ന് തയ്ച്ചെടുത്തു. അപ്പോഴേക്കും പിന്നെ നൈറ്റായി. ചേട്ടനൊരു 8 മണി 8:30 ആയി വന്നപ്പോൾ, കടയൊക്കെ അടച്ച് വന്നപ്പോൾ 8:30 ആയി. അപ്പോഴേക്കും ആമിക്കുട്ടി വീണ്ടും ഉറങ്ങി. കേക്ക് കട്ടിങ് മാറ്റി വെച്ചത് ആമിക്കുട്ടീനെയും കൂടി പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആമിക്കുട്ടി വേഗം വീണ്ടും ഉറങ്ങിയപ്പോൾ ഞാൻ പിന്നെ പ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചൊക്കെ വന്ന് കേക്കൊക്കെ കട്ട് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കാണ് കേട്ടോ. അപ്പോൾ ആമിക്കുട്ടീനെ ഉറക്കാണ്ട് കുറേ നേരം നോക്കിയിട്ടാണ്. പക്ഷേ അവൾക്ക് ഉണ്ണിക്ക് അവളുടേതായൊരു സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ എത്ര നോക്കിയാലും ഉണ്ണി ഉറങ്ങിപ്പോവും. ഈവനിങ്ങിലൊക്കെ പരമാവധി ഞാൻ ഉറക്കാണ്ട് നോക്കൂട്ടോ. പക്ഷേ പുറത്തേക്കൊക്കെ ഇറക്കി കൊണ്ടുപോയിട്ട് എന്നാലും ചില സമയത്ത് രക്ഷയുണ്ടാവില്ല, ആള് പെട്ടെന്ന് ഉറങ്ങും. ഇഷ്ടമുള്ള എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കൂട്ടോ. കുക്കിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നെ കൊണ്ട് പറ്റണ വിഭവങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ പിന്നെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കും. നമ്മുടേതായ ഇതാവുമ്പോൾ എനിക്കിഷ്ടമുള്ളത് ഞാൻ ഉണ്ടാക്കും കേട്ടോ. എനിക്ക് സദ്യ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം ഞാൻ സദ്യ ഉണ്ടാക്കിയ. പിന്നെ വെള്ളിയാഴ്ചയും കൂടിയായിരുന്നു കേട്ടോ. വെള്ളിയാഴ്ച ഇവിടെ നമ്മൾ അങ്ങനെ അങ്ങനെ കഴിക്കൽ കുറവാണ്. അത് കാരണം നമ്മൾ വെള്ളിയാഴ്ചയും കൂടി ആയിരുന്നു സദ്യ ആക്കി. അപ്പോഴേക്കും ആമിക്കുട്ടീനെ എണീപ്പിക്കുന്നു പറഞ്ഞിട്ട് എല്ലാവരും കൂടി ബഹളാട്ടാവും. പിന്നെ അപ്പോൾ പപ്പ പറഞ്ഞു ഉറക്കം വന്നിട്ട് ക്ഷീണിച്ച് ഉറങ്ങണതല്ല, ആ സമയത്ത് ഇനിയിപ്പോൾ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ കേക്ക്. ഹോം മെയ്ഡാണ് കേട്ടോ. നമ്മളിവിടെ ഉണ്ടാക്കിയ കേക്ക് തന്നെയാണ്. അപ്പോൾ ഐസിങ്ങൊക്കെ ഈ ഡെക്കറേഷനൊക്കെ ചെയ്തത് നമ്മുടെ അമ്മൂസാണ്. അപ്പോൾ കേക്ക് കഴിച്ചവർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കേക്കിന്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. Happy birthday to you. Happy birthday to you. ഇങ്ങനെ എടുത്ത്
കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് കേക്കൊക്കെ ചേട്ടന്മാരുടെ വീട്ടിലൊക്കെ കൊണ്ടുകൊടുത്തു. എല്ലാവരും എനിക്ക് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു. ഒരുപാട് സന്തോഷം. അപ്പോൾ പിന്നെ അടുത്ത പരിപാടി പിന്നെ വീണ്ടും നമുക്ക് ഫുഡ് കഴിക്കേണ്ട നേരമായി നൈറ്റ്. അപ്പോൾ ഞാൻ സാധാരണ ഇപ്പോൾ ചോറ് ഉണ്ണാറില്ല നൈറ്റ്. ഇന്നിപ്പോൾ ബർത്ത്ഡേ സദ്യയൊക്കെ ആയിരുന്നു, കുറച്ച് ചോറൊക്കെ ഉണ്ട് കേട്ടോ നൈറ്റ്. അപ്പോൾ അച്ചൂസ് എനിക്ക് എല്ലാ പ്രാവശ്യവും ഗിഫ്റ്റ് തരാറുണ്ട് കേട്ടോ, സർപ്രൈസായിട്ട്. അതിലെനിക്കിഷ്ടമുള്ള കുറച്ച് ചോക്ലേറ്റ്സൊക്കെ ആയിരുന്നു ഈ പ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഹെയറിനുള്ള ക്ലിപ്പുകൾ സംഭവങ്ങൾ അതൊക്കെ അവൻ ഒറ്റയ്ക്ക് പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ഞാൻ ഞെട്ടിച്ചുട്ടാ. ഈ പ്രാവശ്യം അവൻ എനിക്ക് ചോക്ലേറ്റ്സ്, എനിക്കിഷ്ടമുള്ള കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ട്, അതൊക്കെ തന്നത്. അവനാണ് ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കണ ആൾ കേട്ടോ. അവനാണ് അതിന് മുൻകൈ എടുക്കുക എല്ലാത്തിനും. അപ്പോൾ അതേ ചേട്ടന്മാരോടൊക്കെയുള്ള കേക്കൊക്കെ കട്ട് ചെയ്ത് അതൊക്കെ കൊണ്ടുകൊടുത്തു. പിന്നെ നൈറ്റ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം ന്യൂസ് ഇപ്പോൾ ഭയങ്കരമാണല്ലോ, ന്യൂസൊന്നും കാണാൻ വയ്യ. അതുപോലെ അതൊക്കെ കണ്ട് കിടന്ന് ഉറങ്ങി പിറ്റേ ദിവസമായിട്ടാണ്. കുട്ടി കേക്ക് മുറിക്കുന്ന സമയം വാ, കേക്ക് മുറിക്കാൻ വാ, ഇങ്ങോട്ട് വാ, കേക്ക് മുറുക്കി വാ. ആമിക്കുട്ടിയുടെ ബർത്ത്ഡേ ആ പാട്ട് പാട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ടു യു അല്ലല്ലോ, ടു മീ. ആമിക്കുട്ടിയുടെ മമ്മിയുടെ ഹാപ്പി ബർത്ത്ഡേ പറയാമേ. ഹാപ്പി ബർത്ത്ഡേ മമ്മി. ആമി എങ്ങനെ തിന്നാ ചെറ്റ വയല് തന്നെ തിന്നോ? പോണ് കറക്റ്റ് ആ സമയം പാമ്പുട്ടി ഉറങ്ങിന്നല്ലേ, അതുപോലെ സദ്യയുടെ ടൈമിൽ ഉറങ്ങി. മമ്മിക്ക് വെച്ചത്, മമ്മിക്ക് വെച്ചതാ. ഇതെന്തത്? കാഷ്യൂട്ടില്ലേ, കാഷ്യൂ. അതണ്ടിപ്പരിപ്പാ. അതിങ്ങനെ നല്ല സോഫ്റ്റാ, സോഫ്റ്റായിട്ടൊന്നും ഇഷ്ടമില്ലേ. ക്രീമല്ല വേണ്ട, അതിന്റെ അതില്ലേ പഞ്ച്, അതാണ് രസണ്ടാ. മമ്മിയുടെ അയലേജ് കൊടുക്കും. മമ്മിക്ക് തരുമോ? അവനെ ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞു. അപ്പൊ നെക്സ്റ്റ് വ്ളോഗിൽ വരാട്ടാ. ബൈ. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാ. കേക്ക് ഉണ്ടാക്കി പഠിച്ചപ്പോ ആകെ 2 കേക്കാണ്ട് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മുടെ തട്ടിക്കൂട്ട് അതുപോലെ തട്ടിക്കൂട്ടല്ല, ഉണ്ടാക്കുമ്പോ പരമാവധി നന്നാക്കാൻ നോക്കാറുണ്ട് കേട്ടാ.